ഒരു ഏജൻസിക്കും ഒരു ഏജന്റിനും ലക്ഷങ്ങൾ കൊടുക്കാതെ ജർമ്മനിയിലെത്തുകയും അതേപോലെ തന്നെ PR നേടിയ ആളാണ്. ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസിന് 6 മാസമായിട്ടും 8 മാസമായിട്ടും 1 വർഷം വരെയും നിന്നിട്ട് പാർട്ട് ടൈം കിട്ടാതെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഏത് യൂറോപ്യൻ കൺട്രിയിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, ബെർലിൻ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് സിറ്റിയാണ്. ഓൾ ഓവർ ദ വേൾഡിലെ എല്ലാ ഇന്റർനാഷണൽസും വന്ന് അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് ബെർലിൻ. ഇവിടെ വന്നിട്ട് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സിറ്റിയും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കാൻ മതി. ഹലോ നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. ഒരു ഏജൻസിക്കും ലക്ഷങ്ങൾ കൊടുക്കാതെ ജർമ്മനിയിലെത്തിയ ഒരാളുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ PR നേടിയ ഒരാളാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് നിഖിൽ ബ്രോയാണ്. ആളൊരു യൂട്യൂബർ കൂടെയാണ്. യൂട്യൂബ് ചാനലുണ്ട്, ജർമ്മനിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും സമയം അനുവദിച്ച് തന്നതിനും നമ്മളെ കൂടെ നിന്നതിനും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് വന്നതിനും ആദ്യം തന്നെ വളരെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്തു? പിന്നെ എന്തുകൊണ്ട് നിർബന്ധം പിടിച്ചു ഒരു ഏജൻസിക്കും ഒരു ഏജന്റിനും പൈസ കൊടുക്കത്തില്ലെന്ന്? ഞാൻ ഒരു IT പ്രൊഫഷണലായിരുന്നു. അപ്പം നോക്കിൽ എനിക്ക് അത്യാവശ്യം ജോലിയൊക്കെ അപ്ലൈ ചെയ്ത് എനിക്ക് അറിയാമായിരുന്നു എങ്ങനെ ജോലി മേടിച്ചെടുക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഗൂഗിളിൽ റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടുത്തെ വിസനെ കുറിച്ച് അറിഞ്ഞത്. ഓക്കെ. ജോബ് സീക്കർ വിസ എന്ന് പറയാം. അപ്പോൾ ജോബ് സീക്കർ വിസയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ ജോബ് സീക്കർ വിസ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഉണ്ടോ? ഇപ്പൊ നിലവിലില്ല. ഇപ്പൊ അത് കൺവേർട്ട് ചെയ്തിട്ട് ചാൻസ് കാർഡ്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര് എന്നുള്ളത് ഓപ്പർച്യൂണിറ്റി കാർഡ്. ജർമ്മനിലാണ് ചാൻസ് കാർഡ് എന്ന് പറയുന്നത്. ജർമ്മനിലാണ് ചാൻസ് കാർഡ്. അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ജോബ് സീക്കർ വിസ എന്നുള്ളത് 6 മാസത്തെ ഒരു വിസയായിരുന്നു. ആ 6 മാസത്തെ വിസയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്നാൽ വർക്ക് ചെയ്യാം, നമുക്ക് എംപ്ലോയറെ കണ്ടുപിടിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പൊ അതിന് പകരമുള്ളത് ഇപ്പൊ ഇത്തിരി കൂടെ ലിബറൽ ആയിട്ടുള്ള വേഷം എന്ന് പറയാം. അതായത് ഈ ചാൻസ് കാർഡ് എന്നുള്ളത് 1 ഇയർ വിസയാണ്. അതോടൊപ്പം നമുക്ക് പാർട്ട് ടൈം ജോലിയും ചെയ്യാം. ഓക്കെ. ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ കാര്യമാണ് ആള് പറയുന്നത്. ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് നാട്ടിൽ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ജർമ്മൻ ലാംഗ്വേജ് നിർബന്ധമാണോ? പിന്നെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? പിന്നെ നമുക്ക് എംപ്ലോയറിനെ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അതിന്റെ കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതായത് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ദുബായിലേക്ക് വിസിറ്റിംഗ് വിസ പോലെ അതുപോലത്തെ ഒരു വിസയാണ്. അത് വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നില്ല, അതുപോലത്തെ ഒരു വിസ. അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് വിസക്ക് അപ്ലൈ ചെയ്ത് ജർമ്മനിയിൽ വന്ന് നമ്മുടെ എംപ്ലോയറെ കണ്ടുപിടിച്ച് നമുക്ക് തന്നെ വിസ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഓക്കെ. ഇത് മെയിൻലി കൊടുക്കുന്നത് സ്കിൽഡ് വർക്കേഴ്സിനാണ്. സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ IT, സിവിൽ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സുമാര്, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാർഡ് ഇവര് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നാട്ടിലെ ഏജൻസീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവരെയും, അതായത് ഇവിടെ വന്ന് ജോലി കണ്ടുപിടിച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത കുറെ ഫീൽഡുകൾ ഉണ്ട് ഇവിടെ. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഈ പെയിന്റിങ്, അങ്ങനെയുള്ള ജോലികൾ. അതിപ്പോ ചിലപ്പോ വല്ല കുഗ്രാമത്തിലേക്ക് കിട്ടിയിരിക്കും, എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു ജോലിയും കുറച്ച് കാണുന്നതല്ല. നമ്മൾ ഈ ചില ജോലികൾക്ക് ഇവിടെ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ജോലികളുണ്ട്. അതേപോലെ തന്നെ ചില ജോലികൾ പെട്ടെന്ന് കിട്ടുന്ന ജോലികളുമുണ്ട്, പെട്ടെന്ന് കിട്ടാത്തതുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ജർമ്മനിയിൽ വരാൻ പോകുന്നവർ അല്ലെങ്കിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ ജോലിക്ക് ഇവിടെ ഡിമാൻഡുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ക്വാളിഫിക്കേഷനാണുള്ളത്, എന്ത് സ്കില്ലാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, എന്ത് സ്കില്ല് ഉപയോഗിച്ച് ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക. എല്ലാവർക്കും വരാൻ പറ്റുന്ന നല്ലൊരു രാജ്യമാണ്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. ബ്രോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 1.5-2 വർഷത്തോളം റിസർച്ച് നടത്തി 2 വട്ടം റിജക്ഷൻ കിട്ടിയാണ് ആള് പ്രോസസ്സ് നടത്തി ജർമ്മനിയിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ വന്നത് കൊണ്ട് ഇപ്പം എന്ത് തോന്നുന്നുണ്ട്? ഇപ്പം ഞാൻ സോ ഹാപ്പിയാണ്. ഞാൻ ഒരു ഏജൻസിക്കും പൈസ കൊടുക്കാതെ നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ടെത്തിയ മേഖലയാണ് ഇപ്പോൾ ഇവിടെ ജർമ്മനിയിൽ. ഓക്കെ. പിന്നെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലിനെ ഒന്നിനും കുറച്ച് കാണുന്നതല്ല, പക്ഷെ ഏജൻസികളാണ് ഇവരെ കബളിപ്പിക്കുന്നത്. അതാണ് ഞാൻ ആ ഒരു ജോലിനെ എടുത്ത് പറഞ്ഞത്. ഒരു ജോലിയും കുറച്ച് സോറി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ പോലും ഞാനത് പറയാനുള്ള കാരണം, നോർമലി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏജൻസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഏജൻസികൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, ഇവിടെ വെയർ ഹൗസ് ജോലി തരാം, ഇവിടെ വേറെ ജോലി തരാം, ഷെഫായിട്ട്, കിച്ചൺ ഹെൽപ്പറായിട്ട് ജോലി കിട്ടും ചാൻസ് കാർഡിൽ വന്നാൽ. അങ്ങനെ വിസ അടിച്ചിട്ട് തന്നെ ജോലിക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ കുറേ കബളിക്കപ്പെടുന്നുണ്ട് ആൾക്കാർ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സ്കിൽഡ് വർക്കേഴ്സ് വന്നാലേ നമുക്ക് ഈസി ഗോയിങ് എന്ന് എന്നാലും പറയാൻ പറ്റില്ല. അതായത് ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്നത്, എളുപ്പത്തിൽ നമുക്ക് ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, IT,
പിന്നെ ഡോക്ടേഴ്സ്, ഓക്കെ, പിന്നെ ലോജിസ്റ്റിക്സ്, അങ്ങനെയുള്ള ഫീൽഡുകളില്ലേ, അത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ടൈം ജോബുകൾ. അതായത് ഇത് ഈ ഒരു ചാൻസ് കാർഡ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ജോബ് നമുക്ക് ഇത് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ സ്കിൽ പ്രൊഫഷണലിസ്റ്റിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അത് മിസ്യൂസ് ചെയ്ത് ഇപ്പം തന്നെ എനിക്ക് തന്നെ മെസ്സേജ് പല പിള്ളേർ ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഞാനിവിടെ ജർമ്മനിയിൽ വന്നു 6-7 മാസമായി ജോലി കിട്ടിയില്ല, അപ്പോൾ എൻ്റെ എംപ്ലോയർ പറയുന്നത് പോളണ്ടിൽ നിങ്ങൾക്ക് ജോലി ശരിയാക്കി തരാം, അങ്ങോട്ട് പോയി. ഇത് എന്തിനാണത് അവർ അങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇവർക്ക് ഡയറക്റ്റ് മറ്റൊരു രാജ്യത്ത് പോയാൽ പോരെ. ഇത് ഒരു യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രി എന്ന നിലയിൽ ഈ ഒരു മാർഗം യൂസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പോകാം. പിന്നെ അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഈ ജർമ്മനിയിലെ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോളണ്ടിലും ഏത് ഷെങ്കനയിലും പോയി വർക്ക് ചെയ്യാം. വളരെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതായത് ഇവിടെ ഏത് യൂറോപ്യൻ കൺട്രിയിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, ഇപ്പോൾ ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ആ എംപ്ലോയറുടെ ഫോംസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഹൗസിലാണ് ഇവിടെ നിന്ന് നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത് നമ്മൾ വർക്ക് പെർമിറ്റ് സാങ്ഷൻ ആയാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ജർമ്മനിയിൽ നിന്ന് ജസ്റ്റ് നാട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസം തുടങ്ങി ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ അത്രക്ക് സ്ട്രിക്റ്റ് ആണ്, അത്രക്ക് സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ജർമ്മനിയിൽ എത്തിയത് തന്നെ. 6 മാസം അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ട് കരഞ്ഞു വഴികിട്ടാണ് എനിക്ക് അവസാനം ജോലി കിട്ടിയത്. അത് കരഞ്ഞു എന്ത് സെൻസ് രാത്രികളിൽ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. 2 വർഷം കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. ആ കഷ്ടപ്പെട്ട് അവിടെ തീരുന്നില്ല. അവിടെ നിന്ന് ഞാൻ 6 മാസത്തെ വിസ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. കൊറോണ ടൈമിലാണ് വരുന്നത്. ആ ടൈമിൽ കമ്പനീസ് എല്ലാം ഷട്ട് ഡൗൺ ആയിരുന്നു. ഈ ഡിസംബർ 31-ാം തീയതി വരെ എനിക്ക് വിസ ഉണ്ടായിരുന്നു. ഡിസംബർ 30-ാം തീയതി എനിക്ക് 2 കോൺട്രാക്ട് കിട്ടി. ആ ഒരു കോൺട്രാക്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജർമ്മനിയിൽ നിന്ന് രാജ്യം തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട. അപ്പോൾ അത്രക്ക് ദയനീയമായ അവസ്ഥകളായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ജർമ്മനിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ വരാനായിട്ട് നല്ല രാജ്യമാണ്, വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ജർമ്മനിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായം എന്താണ് ബ്രോ? ഒരു ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഈസി ആയിരിക്കും ഒരു ജോലി കണ്ടുപിടിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജിലുള്ളതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അതായത് ഞാൻ വരുന്ന സമയത്ത് IT ഫീൽഡ് അത്രക്ക് ജർമ്മൻ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെർലിൻ എടുക്കാം. ബെർലിനിൽ ഒരു 100 ഓപ്പണിംഗ് ഉണ്ടെന്ന് വെച്ചോ. അതിൽ നമുക്ക് പണ്ടായിരുന്നെങ്കിൽ ഒരു 40 ഓപ്പണിംഗിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ ഈ 100 എണ്ണത്തിൽ 80 ജർമ്മൻ സ്പീക്കിംഗ് ജോബ്സ് ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും IT-ൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഗാഢത എത്രത്തോളം കൂടി എന്നുള്ളത്. കാരണം ഇപ്പൊ അത്രക്ക് ആൾക്കാരാണ് കയറി വരുന്നത്. ജർമ്മൻസ് അത്രക്ക് ഓപ്പണിംഗ് ആയിട്ട് ലിബറലായിട്ട് ഈ ചാൻസ് കാട്ടൊക്കെ കൊടുത്തുകൊണ്ട് അത്ര ബൾക്കായിട്ട് ആൾക്കാർ കയറി വരുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 വർഷം മുമ്പത്തെ ബെർലിനിലെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ. 2 വർഷം മുമ്പൊക്കെ ബെർലിനിൽ വന്നു കഴിഞ്ഞാൽ ഏത് സ്റ്റുഡന്റിനും എവിടെ പോയാലും പാർട്ട് ടൈം ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ആമസോണിൽ, മക്ഡൊണാൾഡ്സിൽ, KFCയിൽ എല്ലായിടത്തും കിട്ടുമായിരുന്നു. ഇപ്പൊ വരുന്ന സ്റ്റുഡൻസിന് 6 മാസമായിട്ടും 8 മാസമായിട്ടും 1 വർഷം വരെയും നിന്നിട്ട് പാർട്ട് ടൈം കിട്ടാതെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ തന്നെ ബെർലിൻ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് സിറ്റിയാണ്. ഓൾ ഓവർ ദ വേൾഡിലെ എല്ലാ ഇന്റർനാഷണൽസും വന്ന് അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് ബെർലിൻ. ഇവിടെ വന്നിട്ട് ജോലി കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സിറ്റിയും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കാൻ മതി. കാരണം എനിക്ക് തന്നെ ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട്, ചേട്ടാ എവിടെയെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ പറയുന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ഒരു നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കാതെ ജർമ്മനിലേക്ക് വരരുത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പറ്റിയ രാജ്യമാണോ ജർമ്മനി എന്ന് നോക്കിയിട്ട് വേണം പറയാൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഏജൻസീസ് പറയും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മലമറിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹൗസ് ബിൽഡിംഗിന്റെ കാര്യത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാന്ന് പറഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് പ്രൊമോഷനും 3 ലക്ഷം രൂപ 4 ലക്ഷം കൊടുത്തിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസിന് മാക്സിമം നേഴ്സിനാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്. ഈ നേഴ്സിന് കിട്ടുന്ന സാലറി 1200 യൂറോ ആണ്. ഈ 1200 യൂറോയിൽ റെന്റും ഈ പറഞ്ഞ ഇൻഷുറൻസും ഈ പറഞ്ഞ BVG ടിക്കറ്റ്, പിന്നെ നമ്മുടെ സിമ്മിന്റെ റീചാർജ്, ഡെയിലി ഉള്ള നമ്മുടെ കോഴ്സിന്റെ സമയത്ത് മാർക്കറ്റിലുള്ള ചെലവ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് 200-300 യൂറോ എല്ലാം കൈ കിട്ടിയാലായി ചെലവ്. അതെ, അതും മാക്സിമം നേഴ്സുകൾക്ക് മാത്രമോ ഇത്തരം പൈസയൊക്കെ എനിക്കറിയില്ല അത്തരം പൈസയൊക്കെ ബാലൻസ് വെക്കാൻ പറ്റുള്ളൂ. ഏജൻസീസ് അഡ്വർടൈസ്മെന്റ് ഭയങ്കരമാണ്. ഈ ഇപ്പം ഓരോരോ രാജ്യം അനുസരിച്ചിട്ടാണ് ഇവര് പൈസ തീരുമാനിക്കുന്നത്. ഇപ്പൊ ജർമ്മനി ആണെങ്കിൽ ഇരിക്കട്ടെ ഒരു 14-16 ലക്ഷം, അല്ലെങ്കിൽ അതേപോലെ ഈ പാക്കേജ് സാലറി കുറച്ച് ഇപ്പം മിനിമം വേജ് കുറച്ച് കൂടുതലുള്ള രാജ്യം അനുസരിച്ചിട്ട് ജർമ്മനിക്ക് 10 ലക്ഷം അല്ലെങ്കിൽ 16 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ വന്നിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിന് തന്നെ അപ്ലൈ ചെയ്ത് 5 ലക്ഷം തന്നെ ഏജൻസി ഫീസ് കൊടുത്തിട്ട് വന്ന ആൾക്കാരെ വരെ എനിക്കറിയാം. ഈ ജർമ്മനിലേക്ക് വരാൻ പോകുന്നത്, ജർമ്മനി ഞാൻ ഇപ്പോഴും പറയുകയാണ് നല്ലൊരു രാജ്യമാണ്, വരാൻ പറ്റിയ രാജ്യമാണ്.
പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുക. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ, ഞങ്ങൾ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന പറയുന്നത് അത് സർട്ടിഫിക്കേഷനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇമ്പ്രൂവ് ആയിട്ട് വന്നാട്ടെ അത് ഇവിടെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അത് ചില ആൾക്കാർ ഉൾക്കൊള്ളും, ചില ആൾക്കാർ നമ്മൾ നെഗറ്റീവ് അടിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ് സംഭവം. ഇപ്പോൾ ചുണ്ടിക്കാട് തന്നെ നാട്ടിലുള്ള ഏജൻസീസ് പറയുന്നത് ഇവിടെ ഒന്ന് ജോലി കണ്ടുപിടിച്ചതരാന്നാണ്. ഒരിക്കലും നടപടിയാത്ത കാര്യമാണ്. നാട്ടിലിരുന്ന ഏജൻസിക്ക് ഇവിടെ ഒരിക്കലും ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലോ ഇവർക്ക് പരിചയമുള്ള എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരാൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏജൻസിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവുമെന്ന്. പിന്നെ നാട്ടിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ലോ ഉണ്ട്. ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷേ ഏജൻസി തന്നെ നമ്മുടെ അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് തന്നിട്ട് നമ്മൾ BFSൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവർ തന്നെ പറയും ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച കാര്യമൊന്നും പറയരുത് എന്നുള്ള കാര്യങ്ങൾ പറയാം. എന്നിട്ട് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിസ റിജക്ഷൻ ആവും. ഒറ്റക്കാണ് അപ്ലൈ ചെയ്തെന്ന് പറയണം. അതെ, ഒറ്റയ്ക്കാണ് അപ്ലൈ ചെയ്തെന്ന് പറയണം. വിസ റിജക്ഷൻ ആവും. പിന്നെ നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനുള്ള ഒരു രാജ്യത്തും പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏജൻസി ഇല്ല, ഡയറക്റ്റ് ആണ് ചെയ്തത്, ഡയറക്റ്റ് എംപ്ലോയറെ ഫൈൻഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര മോട്ടിവേഷനാണ്. നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിലാവും. അതെ, നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിലാകും, യൂറോപ്പിലെങ്ങും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ജർമ്മനി വരാൻ പറ്റിയ രാജ്യമാണ്, ജോലി ചെയ്യാൻ നല്ല രാജ്യമാണ്. പ്രോസസ്സുകൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് 5 ലക്ഷം രൂപ ജർമ്മനി പോകാം, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ജർമ്മനി പോകാം, 3 ലക്ഷം രൂപ വെച്ച് ശമ്പളം കിട്ടും, ഒരു കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് തന്നെ ഇങ്ങനെയായിരിക്കും. 1 ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങളൊരു 16 മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 16 ലക്ഷം രൂപ നിങ്ങൾക്ക് പുട്ടുപോലെ കിട്ടത്തില്ലേ? അവരെ മേടിക്കുന്ന പൈസ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവത്തിന് അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങളുടെ ഒരു കഴിവ് വെച്ചിട്ട് ഇടയ്ക്ക് നിന്നിട്ട് പൈസ ഉണ്ടാക്കുന്നു. അത് തന്നെ കാര്യം. നിങ്ങളൊരു ജർമ്മൻ ഒരു ഏജൻറ്റിനെ, ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഏജൻറ്റിനെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ ഇവർ പൈസ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അയച്ചു ഒരു കമ്പനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് അവരെ നിന്നാണ് ഇവർ പൈസ മേടിക്കുന്നത്. അല്ലാതെ നമ്മുടെ നിന്ന് ഡയറക്റ്റ് അല്ല. ഇത് ഒരു പിടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ നമ്മുടെ നിന്നും പൈസ മേടിക്കും, ഇവിടെ ഏതെങ്കിലും എംപ്ലോയറായിട്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് പൈസ മേടിക്കും. അങ്ങനത്തെ കുറേ പരിപാടി, അത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് എങ്ങനെയെങ്കിലും ഒരു ഭാവി ഉണ്ടാക്കണം, രക്ഷപ്പെടണം, ഇനി ഇതെങ്കിലും ഒരു കച്ചിത്തുരുമാണെന്ന് വിചാരിച്ചിട്ട് സമീപിക്കുന്ന ഏജൻസിയൊക്കെ സമീപിക്കുന്ന അവസ്ഥ. അതെ. നാട്ടിലുള്ളവർക്ക് ഇപ്പം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, എനിക്കൊരു ഇൻസ്റ്റാ പേജും ഉണ്ട്. അപ്പം നമുക്കും ഇതുപോലെ തന്നെ മെസ്സേജ് വരുന്നതാണ്. ഈ നാട്ടിലുള്ളവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അത്രക്ക് ഫ്രസ്ട്രേറ്റഡ് ആണ് അവർ നാട്ടിൽ. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണമെന്നാണ് എല്ലാവരും ചിന്ത. പക്ഷെ ഇപ്പം നിലവിൽ ജർമ്മനി ബൂമായിട്ട് നിൽക്കുന്നതാണ്. അതായത് ഈ ബൂമാക്കി നിർത്തുന്നത് ഏജൻസി തന്നെയാണ്. ഏജൻസിക്കാർ ചവർ പോലെ പ്രൊമോഷൻ ചെയ്ത് എല്ലാ ഇൻസ്റ്റാ പേജിലും എല്ലാവരും പ്രൊമോഷൻ മേടിച്ചിട്ടാണ്. പ്രൊമോഷന്റെ ലെവല് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പ്രൊമോഷനാണ്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പ്രൊമോഷനാണ്. ട്രക്ക് ഡ്രൈവർക്കും ബസ് ഡ്രൈവർക്കും ഇവിടെ വന്ന് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് നേരെ അങ്ങ് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ യൂറോപ്യൻ ലൈസൻസ് എടുത്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വെറും മണ്ടന്മാരല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്കാമായിട്ടുള്ള അഡ്വർടൈസ്മെന്റുകളൊന്നും ദയവ് ചെയ്ത് വിശ്വസിക്കാതിരിക്കുക. ജർമ്മനി എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ആ എല്ലാവരും എന്നുള്ളത് നിങ്ങളൊന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി പാകപ്പെടുത്തി എടുക്കണം. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. അതെ, നിങ്ങൾ അതിനുള്ള എക്സ്പീരിയൻസ് നാട്ടിൽ നിന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്ത് എടുക്കണം. കാരണം ഒരു 2 വർഷം വർക്ക് ചെയ്തിട്ട് ജർമ്മനിലേക്ക് പോരെ ഈ ചാൻസ് കാട്ടുന്നുള്ള സാധനം പെട്ടെന്നൊന്നും ചിലപ്പോൾ അവരെടുത്ത് മാറ്റാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊക്കെ നിരവധി വേക്കൻസീസ് ഉള്ളതാണ്. ഒരു 8 വർഷം മുമ്പ് എങ്ങാണ്ടുള്ളതാണ് ഈ ജോബ് സെക്യൂർ വിസ. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ അറിയുന്നത് ഈ ജോബ് സെക്യൂർ വിസ എന്നുള്ള വിസ ഉള്ളത്. അതിനിപ്പോൾ ഇത് ഓപ്പർച്യൂണിറ്റി കാർഡിലേക്ക് മാറി. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത് ഗവൺമെന്റിന് ആളാവശ്യമുള്ളപ്പോഴാണ്. അതെ, ഈ ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്യണത്. കാരണം ഇന്ത്യൻസിനെ കൊണ്ടാണ് ജർമ്മൻ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളതും. കാരണം അവരാണ് ഈ പറഞ്ഞ 5 to 6 ജോബ് അല്ലെങ്കിൽ 5 to 9 ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് പറയുന്ന എല്ലാ ഫീൽഡും IT ഉൾപ്പെടെ ഇപ്പൊ എല്ലായിടത്തും മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പോലും ജോബ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ ജർമ്മൻ പഠിക്കാതെ നല്ലൊരു കമ്പനിയിലേക്ക് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ ബാക്കിയുള്ള ജർമ്മൻസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജോലികൾ, അതായത് ലോജിസ്റ്റിക്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള ജോലിക്കൊക്കെ നാട്ടിൽ നിന്ന് ജർമ്മനി ഇല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത്? അതെ, ഏജൻസിയുടെ പ്രധാനപ്പെട്ട അഡ്വർടൈസ്മെന്റ് ആണ്. ജർമ്മനിയിലേക്ക് നിങ്ങൾക്ക് ലോങ് ടൈം വർക്ക് പെർമിറ്റ് കിട്ടും, അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് കിട്ടും, കോൺട്രാക്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്നിട്ട് ജർമ്മൻ പഠിക്കാം, ജോലി കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു സ്ഥാപനത്തിൽ ചെന്ന് നമുക്ക് ജോലി ചോദിക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ജർമ്മൻ അറിഞ്ഞിരിക്കണം. ഒരു CV കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് ചോദിച്ചാൽ അപ്പം തന്നെ റിജക്ഷൻ ആയിരിക്കും. ഒരു ബാഡ് ഇംപ്രഷനാണ്. ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടുള്ള ആൾക്കാരെ സംസാരിക്കും. പക്ഷേ ജർമ്മനിയിൽ എനിക്കൊരു ജോലി തരുമോ എന്ന് 2-3 വാക്ക് നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ദയവ് ചെയ്ത് ജർമ്മനിലേക്ക് എല്ലാവർക്കും വരാൻ നല്ലൊരു രാജ്യമാണ്. പക്ഷേ ഈ ജർമ്മൻ ഇല്ലാതെ ജർമ്മനി വന്നിട്ട് ജോലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഈസിയാണ്, എത്ര കാലം വേണമെങ്കിലും നിൽക്കാമെന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക. ജർമ്മൻ പഠിക്കുക, പഠിച്ചിട്ട് വരിക.
പഠിച്ചിട്ട് വന്നാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ബ്രോ ഇപ്പോൾ ജർമ്മനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ B1 വരെ പഠിച്ചു. ഇപ്പോൾ PR അപ്ലൈ ചെയ്തു. ഈ PRന് ബേസിക് ആയിട്ട് വേണ്ട ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ പ്രകാരം ജർമ്മൻ ലാംഗ്വേജിന്റെ ലെവൽ എത്രയാണ്? ഇപ്പം നിലവിൽ നമുക്ക് ലീബൻസ് ഡോയ്ച്ച്ലാൻഡ് എന്നുള്ള എക്സാം ഇവിടെ മാൻഡേറ്ററി ആക്കി. ഇപ്പൊ നിലവിൽ ബെർലിൻ അടക്കം എല്ലായിടത്തും ഇത് നമ്മൾ മുമ്പത്തെ പോലെയല്ല. മുമ്പ് നമുക്കൊരു ഇമെയിൽ അയച്ചാൽ മതിയായിരുന്നു, നമുക്ക് PR അപ്ലൈ ചെയ്യണം, നമ്മുടെ എലിജിബിൾ ആയി, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടെന്നുള്ളത് പണ്ട് ഒരു ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ മതിയായിരുന്നു. അത് മാറ്റിയിട്ട് അവർ ഫോംസിലേക്ക് മാറ്റി. ഓക്കെ, ഫോംസിൽ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു PDF എല്ലാ ഡോക്യുമെന്റ്സ് അടക്കം ഒരു ജസ്റ്റ് ഒരു PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതും മാറ്റിയിട്ട് ഇപ്പൊ പർട്ടിക്കുലർ ഡോക്യുമെന്റ്സ് ചോദിച്ചു തുടങ്ങി. അപ്പൊ ഓരോ സെക്ഷൻ അപ്ലോഡ് ചെയ്ത് ചെയ്യുമ്പോഴും നമ്മൾ ഓരോരോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ ആദ്യം സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ്, സാലറി സ്ലിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ലീബൻസ് ഡോയ്ച്ച്ലാൻഡ് എക്സാമിന്റെ സർട്ടിഫിക്കറ്റും ചോദിക്കുന്നത്. അതിൽ തന്നെ വേരിയേഷൻ ഉള്ളത് മാസ്റ്റേഴ്സ് ഇവിടെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ലീബൻസ് ഡോയ്ച്ച്ലാൻഡ് എക്സാം എഴുതണ്ട. അതല്ലാതെ തന്നെ നമുക്ക് ഒരു 2 വർഷം 3 വർഷം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ PR അപ്ലൈ ചെയ്താൽ. ഓക്കെ, പക്ഷെ അവർ അറ്റ്ലീസ്റ്റ് B1 ലെവലെങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ബ്രോ ഒരു കോഴ്സിൻ്റെ കാര്യം പറയാമല്ലോ, അതെന്ത് ജർമ്മനിയുടെ കൾച്ചറിനെ കുറിച്ചും പഠിക്കുന്നത്, ഇവിടുത്തെ ലാംഗ്വേജ്, ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്, കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ് സംഭവം. അതൊരു ആപ്പ് ഉണ്ടായിനി, ആ ആപ്പ് വഴി നമുക്ക് പഠിക്കാം. അതിന്റെ തന്നെ PDF-ന്റെ ഇംഗ്ലീഷ് PDF വേർഷൻസ് ഇവിടെ കുറെ അവൈലബിൾ ആണ്. ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലായിടത്തും കൊണ്ട് അതേ വേണമെങ്കിൽ നോക്കിയിട്ട് അയച്ചാൽ അത് വേണമെങ്കിൽ ഡ്രൈവിലൊന്ന്. ഓക്കെ, ഞാനൊരു ലിങ്ക് കൊടുത്തിരിക്കാം, താല്പര്യമുള്ളവർ നോക്കാം. അപ്പോൾ നമുക്ക് ഈ എക്സാം ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് പറ്റുമോ? ഇല്ല, ജർമ്മനിൽ തന്നെ പറ്റും. അതുകൊണ്ടാണല്ലോ ലീബൻസ് ഡോയ്ച്ച്ലാൻഡ് ഈ PR-ന് ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ഡോക്യുമെന്റേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂ എല്ലാം ഉണ്ടോ? ഇന്റർവ്യൂ നമ്മൾ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ ഇതിന്റെ ആദ്യത്തെ പ്രോസസ് ഇതിന്റെ ചെക്ക് ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഓരോ ടൈമിലും ഇതിന്റെ ചെക്ക് ലിസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പൊ നിലവിൽ ലീബൻസ് ഡോയ്ച്ച്ലാൻഡ് എക്സാമിന്റെ സാധനം വന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴാണോ PR അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയെന്ന് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് ഉള്ള ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ലിസ്റ്റ് നോക്കാം. ആ ചെക്ക് ലിസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് വേണ്ടത്. ആ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 വർഷം മാസ്റ്റേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻറ്റ് 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് PR അപ്ലൈ ചെയ്യാം. ഇപ്പം എന്നെ പോലെ ജോബ് സീക്കേഴ്സ് വന്നിട്ട് ബ്ലൂ കാർഡ് ഉണ്ടായിട്ട് 2 വർഷം 3 വർഷം വർക്ക് ചെയ്ത ആൾക്കും. ഓക്കെ, നമ്മുടെ ഈ ബ്ലൂ കാർഡിന്റെ കാര്യം തന്നെ സ്കില്ല് പ്രൊഫഷണലിസ്റ്റിന് നമുക്ക് സാലറി ബേസ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ലേ? ഓക്കെ, അതും കൂടെ ഒന്ന്. അതായത് ഇതിന്റെ അകത്ത് ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം ജോലി ചെയ്യണം എന്നുള്ളത്, ഈ 2 വർഷം സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ അടക്കണം എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ജോലി ചെയ്യുന്നല്ല, ഫുൾ ടൈം ജോബ്, നമ്മളെ ഇവിടുത്തെ ടാക്സ്, സോഷ്യൽ സെക്യൂരിറ്റി. അതെ, നമ്മൾ ഇവിടുന്ന് ഒരു ആനുകൂല്യങ്ങളും പറ്റിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൂടെ സ്പീഡപ്പ് ആവും. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഇവിടുത്തെ PR-ന്റെ കാര്യങ്ങൾ പോകണം. ഇത് നമുക്ക് ഇപ്പം നിലവിൽ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിയമങ്ങൾ മാറും. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അന്നേരത്തെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കവറായി പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ചെയ്തതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ജർമ്മനി ആർക്കും വരാൻ പറ്റുന്ന രാജ്യമാണ്. ഏജൻസി ഇല്ലാതെയും ലക്ഷങ്ങൾ കൊടുക്കാതെയും ജർമ്മനിയിലേക്ക് വരാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നിഖിൽ ബ്രോ. ഡയറക്റ്റ് കഷ്ടപ്പെട്ട് വന്ന് PR നേടിയ ആളാണ്. അത് വലിയൊരു കാര്യമാണ്. ജർമ്മനിയെ സംബന്ധിച്ച് PR കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നമുക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നിഖിൽ ബ്രോയും കാണും. അതേപോലെ തന്നെ നിഖിൽ ബ്രോയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേരും നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൻ്റെ പേരും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എൻ്റെ ചാനലിൻ്റെ പേര് നിഖിൽ മച്ചാൻ എന്നാണ്. ഇൻസ്റ്റാ പേര് തമ്പി. ഓക്കെ, രണ്ടിനും ലിങ്ക് വേണമെങ്കിൽ താഴെ. രണ്ടിനും ലിങ്ക് എന്തുവേലും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശ ലക്ഷ്യം ദയവായി മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ള ഇതേപോലുള്ള ഇൻഫർമേഷനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ കൂടെ വയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. ജർമ്മനി എന്നുള്ള ലക്ഷ്യം യാഥാർത്ഥ്യമാകട്ടെ. അപ്പോൾ നമ്മളും കൂടെ ഉണ്ടാവും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ബൈ.